അധ്യായം 76 അദ്ദഹർ. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 31. കാലഘട്ടമെന്നാണ് ദഹറിന്റെ ഭാഷാർത്ഥം. ഒന്നാമത്തെ സൂക്തത്തിലാണ് ഈ പദമുള്ളത്. പ്രവാചകന്റെ മക്ക ജീവിതത്തിന്റെ ആദ്യകാലത്ത് അവതീർണമായി. മനുഷ്യന്റെ ഭൂമിയിലെ അവസ്ഥ വിശദീകരിച്ച് സ്രഷ്ടാവിനോട് നന്ദി കാണിക്കേണ്ടതെങ്ങനെയെന്നും നന്ദി കാണിക്കുന്നതിന്റെ അനന്തരഫലമെന്തെന്നും ഇത് വിശദീകരിക്കുന്നു. നന്ദികേടിന്റെ ദുരന്തത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. താൻ പറയത്തക്ക ഒന്നുമല്ലാതിരുന്ന ഒരു കാലഘട്ടം മനുഷ്യന് കഴിഞ്ഞു പോയിട്ടില്ലേ? മനുഷ്യനെ നാം കൂടിക്കലർന്ന ദ്രവകണത്തിൽ നിന്ന് സൃഷ്ടിച്ചു, നമുക്ക് അവനെ പരീക്ഷിക്കാൻ. അങ്ങനെ നാം അവനെ കേൾവിയും കാഴ്ചയുമുള്ളവനാക്കി. ഉറപ്പായും നാം അവന് വഴി കാണിച്ചു കൊടുത്തിരിക്കുന്നു. അവന് നന്ദിയുള്ളവനാകാം, നന്ദി കെട്ടവനുമാകാം. ഉറപ്പായും സത്യനിഷേധികൾക്കു നാം ചങ്ങലകളും വിലങ്ങുകളും കത്തിക്കാളുന്ന നരകത്തീയും ഒരുക്കിവച്ചിരിക്കുന്നു. സുകർമ്മികളോ, തീർച്ചയായും അവർ കർപ്പൂരം ചേർത്ത പാനീയം നിറച്ച ചഷകത്തിൽ നിന്ന് പാനം ചെയ്യുന്നതാണ്. അത് ഒരു ഉറവയായിരിക്കും. ദേവദാസന്മാർ അതിൽ നിന്നാണ് കുടിക്കുക. അവരതിനെ ഇഷ്ടാനുസൃതം കൈവഴികളായി ഒഴുക്കിക്കൊണ്ടിരിക്കും. അവർ നേർച്ചകൾ നിറവേറ്റുന്നവരാണ്, ഒരു ഭീകരനാളിനെ പേടിക്കുന്നവരും, വിപത്ത് പടർന്നു പിടിക്കുന്ന നാളിനെ. ആഹാരത്തോട് ഏറെ പ്രിയമുള്ളതോടൊപ്പം അവരത് അഗതിക്കും അനാഥയ്ക്കും തടവുകാരനും നൽകുന്നു. അവർ പറയും, അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങൾ നിങ്ങൾക്ക് അന്നമേകുന്നത്. നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും പ്രതിഫലമോ നന്ദിയോ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഞങ്ങളുടെ നാഥനിൽ നിന്നുള്ള ദുസ്സഹവും ഭീകരവുമായ ഒരു നാളിനെ ഞങ്ങൾ ഭയപ്പെടുന്നു. അതിനാൽ ആ നാളിന്റെ നാശത്തിൽ നിന്ന് അല്ലാഹു അവരെ കാത്തുരക്ഷിച്ചു. അവർക്ക് സമാശ്വാസവും സന്തോഷവും സമ്മാനിച്ചു. അവർ ക്ഷമ പാലിച്ചതിനാൽ പ്രതിഫലമായി അവൻ അവർക്ക് പൂന്തോപ്പുകളും പട്ടുടുപ്പുകളും പ്രദാനം ചെയ്തു. അവരവിടെ ഉയർന്ന മഞ്ചങ്ങളിൽ ചാരിയിരിക്കും. അത്യുഷ്ണമോ അതിശൈത്യമോ അനുഭവിക്കുകയില്ല. സ്വർഗീയ ഛായ അവർക്കുമേൽ തണൽ വിരിക്കും. അതിലെ പഴങ്ങൾ പറിച്ചെടുക്കാൻ പാകത്തിൽ അവരുടെ അധീനതയിലായിരിക്കും. വെള്ളിപ്പാത്രങ്ങളും സ്ഫടികക്കോപ്പകളുമായി പരിചാരകർ അവർക്കിടയിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും. ആ സ്ഫടികവും വെള്ളിമയമായിരിക്കും. പരിചാരകർ അവ കണിശതയോടെ കണക്കാക്കി വെക്കുന്നു. ഇഞ്ചിനീരിന്റെ ചേരുവ ചേർത്ത പാനീയം അവർക്കവിടെ കുടിക്കാൻ കിട്ടും. അത് സ്വർഗത്തിലെ ഒരരുവിയിൽ നിന്നുള്ളതാണ്. സൽസബീൽ എന്നാണ് അതിനെ വിളിക്കുക. നിത്യബാല്യം നൽകപ്പെട്ട കുട്ടികൾ അവർക്കിടയിലൂടെ ചുറ്റി നടന്നുകൊണ്ടിരിക്കും. അവരെ കണ്ടാൽ ചിതറിത്തെറിച്ച മുത്തുകളായേ നിനക്ക് തോന്നൂ. സ്വർഗത്തിൽ മഹത്തായ അനുഗ്രഹങ്ങളും ഒരു മഹാസാമ്രാജ്യത്തിന്റെ അവസ്ഥയും നിനക്കു കാണാം. അവിടെ നേർത്തുമിനുത്ത പച്ചപ്പട്ടും കട്ടിയുള്ള പട്ടുടയാടയുമാണ് അവരെ അണിയിക്കുക. അവർക്കവിടെ വെള്ളിവളകൾ അണിയിക്കുന്നതാണ്. അവരുടെ നാഥൻ അവരെ പരിശുദ്ധമായ പാനീയം കുടിപ്പിക്കുകയും ചെയ്യും. ഇതാണ് നിങ്ങൾക്കുള്ള പ്രതിഫലം. തീർച്ച നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നന്ദിപൂർവം സ്വീകരിക്കപ്പെട്ടവയത്രേ. ഉറപ്പായും ഈ ഖുർആൻ നിനക്ക് നാം അല്പാൽപമായി ഇറക്കിത്തന്നിരിക്കുന്നു. അതിനാൽ നീ നിന്റെ നാഥന്റെ തീരുമാനത്തെ ക്ഷമയോടെ കാത്തിരിക്കുക. അവരിലെ കുറ്റവാളിയെയോ സത്യനിഷേധിയെയോ നീ അനുസരിക്കരുത്. നിന്റെ നാഥന്റെ നാമം കാലത്തും വൈകുന്നേരവും സ്മരിക്കുക. രാത്രിയിൽ അവന് സുജൂദ് ചെയ്യുക. നീണ്ട നിശാവേളകളിൽ അവന്റെ മഹത്വം കീർത്തിക്കുക. എന്നാൽ ഇക്കൂട്ടർ ക്ഷണികമായ ഐഹിക നേട്ടമാണ് ഇഷ്ടപ്പെടുന്നത്.
വരാനിരിക്കുന്ന ഭാരമേറിയ നാളിന്റെ കാര്യം അവർ പിറകോട്ട് തട്ടിമാറ്റുന്നു. നാമാണ് അവരെ സൃഷ്ടിച്ചത്. അവരുടെ ശരീരഘടനയ്ക്ക് കരുത്തേകിയതും നാം തന്നെ. നാം ഇച്ഛിക്കുന്നുവെങ്കിൽ അവരുടെ രൂപം അപ്പാടെ മാറ്റിമറിക്കാവുന്നതാണ്. തീർച്ചയായും ഇത് ഒരു ഉദ്ബോധനമാണ്. അതിനാൽ ഇഷ്ടമുള്ളവൻ തന്റെ നാഥങ്കലേക്കുള്ള മാർഗം അവലംബിക്കട്ടെ. അല്ലാഹു ഇച്ഛിക്കുന്നുവെങ്കിലല്ലാതെ നിങ്ങൾക്ക് അതിഷ്ടപ്പെടാനാവില്ല. നിശ്ചയമായും അല്ലാഹു സർവജ്ഞനും യുക്തിമാനുമാണ്. താൻ ഇച്ഛിക്കുന്നവരെ അല്ലാഹു തന്റെ അനുഗ്രഹത്തിൽ പ്രവേശിപ്പിക്കുന്നു. അക്രമികൾക്കോ വേദനയേറിയ ശിക്ഷയാണ് അവൻ ഒരുക്കിവച്ചിരിക്കുന്നത്.